എന്റെ ചോദ്യത്തിന് അമ്മ മറുപടി തന്നില്ലല്ലോ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയ അച്ഛന്റെ പേര് ഞാൻ അറിഞ്ഞ എന്താ കുഴപ്പം? നിന്നോട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും നീ ചോദിക്കരുത്. അമ്മ എന്നോട് എന്ത് വെളിപ്പെടുത്തി നീ പറയുന്നേ? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ അച്ഛൻ മരിച്ചുപോയി എന്നോ? ഒരു കോളേജ് പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് ഞാനെന്നോ? അതോ SP അങ്കിളിന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു എന്റെ അച്ഛനെന്നോ? അതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും കൊന്നതാണെന്ന് സംശയമുണ്ടെന്നോ? എന്റെ അച്ഛനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രം അമ്മ പറഞ്ഞത്. എനിക്കറിയേണ്ടത് ഇതൊന്നും അല്ല. അച്ഛന്റെ പേരെന്താണെന്നും അദ്ദേഹത്തിന്റെ കുടുംബം എവിടെയാണെന്നും എനിക്കറിയണം. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്. ഇതിൽ കൂടുതലൊന്നും ഞാൻ അറിയരുതെന്നാണ് അമ്മ SP അങ്കിളും ആഗ്രഹിക്കുന്നതല്ലേ? ശരി, അതൊന്നും നിങ്ങൾ പറയണ്ട. പക്ഷെ അതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് നിങ്ങൾക്കൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണമെങ്കിലും എന്നോട് പറഞ്ഞൂടെ? കൂടുതൽ അറിയുന്നത് മോക്ക് തന്നെ ആപത്ത്. അമ്മ എന്താ പറഞ്ഞേ? എനിക്ക് ആപത്തോ? ഇപ്പൊ ഉള്ള എന്റെ ഈ ജീവിതത്തെക്കാളും വലിയ ആപത്താണോ അത്? മനസ്സുകൊണ്ട് അച്ഛനായി കണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ വിളിച്ച് എന്റെ അമ്മയും അനിയത്തെയും പോലെ തന്നെ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച ആളാ ഇവിടുത്തെ അച്ഛൻ. അദ്ദേഹം ഇപ്പൊ എന്നെ ഒരു അറിവ് മാടിനെ പോലെ വിൽക്കാൻ നടക്കുന്ന. അതിനപ്പുറം എന്താപത്താമ്മ എനിക്ക് വരാനുള്ളേ? ആരെങ്കിലും എന്നെ കൊല്ലോ? കൊല്ലട്ടെ. ഇപ്പോഴത്തെ ഈ ഗതികെട്ട ജീവിതത്തിലും ഭേദമല്ലേ അമ്മ അത്? ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം. ഞാൻ പോലും അറിയാതെ എന്നെ SP അങ്കിളിന്റെ അടുത്തെത്തിച്ച ഒരു വലിയ ശക്തി ഈ ലോകത്തുണ്ട്. ഞാൻ ആരാണെന്നോ എന്റെ പേരെന്താണെന്നോ പോലും അറിയാഞ്ഞിട്ടും എന്റെ ജീവൻ രക്ഷിക്കാനും ഒരു മകളെ പോലെ എന്നെ സ്നേഹിക്കാനും അദ്ദേഹത്തിനെ കൊണ്ട് തോന്നിച്ച ഒരു ശക്തി. എനിക്ക് ജന്മം തന്ന അച്ഛനെ കുറിച്ച് ഇത്രയെങ്കിലും വിവരങ്ങൾ എനിക്ക് എത്തിച്ചു തന്ന ശക്തി. ആ ശക്തി വിചാരിച്ച നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഒരു ചില്ലു കൊട്ടാരം പോലെ എന്റെ മുമ്പിൽ തകർന്നു വീഴും. എന്റെ അച്ഛനെ കുറിച്ചും അച്ഛന്റെ വീട്ടുകാരെ കുറിച്ചും ഞാൻ അറിയണമെന്നാണ് വിധിയെങ്കിൽ അത് നടന്നിരിക്കും. ഞാൻ പോലും അറിയാതെ എല്ലാം എന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കും. അമ്മ കണ്ടോ? അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ SP എങ്കിലും ഒക്കെ പഠിച്ച കോളേജിൽ പോയി അന്വേഷിക്കായിരുന്നു. അന്നേ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വേരുകൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് അത് ഞാൻ എങ്ങനെ അറിയും? ജോത്സ്യൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. മിഥുനും കീർത്തിക്കും വിരുന്നിന് പോവാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ. സദാശിവൻ അളിയനും ദിവ്യപ്രഭയും ഇവരുടെ കൂടെ പോണം. ഒരു അച്ഛ ബുഫേ കഴിക്കാൻ എവിടെയെങ്കിലും പോണെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. മേ ഖുഷി ഹോ. ഭയ്യ, ഏത് ഹോട്ടലിലാ ബുക്ക് ചെയ്തിരിക്കുന്നേ? ഇങ്ങനെ മണ്ടത്തരം പറയാതെ കീർത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അളിയ ഉദ്ദേശിച്ചത്. എന്റെ അനിയത്തിക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല സദാശിവൻ അളിയ. അവൾ എന്നെ ഒന്ന് പരിഹസിച്ചതാ. അവൾ ഇനിയും പരിഹസിക്കട്ടെ. എന്നാലും ഈ വിരുന്നിന് പോകുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അളിയനും ദിവ്യപ്രഭയും ഇവരെ അവിടെ കൊണ്ട് വിട്ടിട്ട് വരണം. വിരുന്നിന് പോണ്ട ഇവരല്ലേ? ആ
ഗരീബാത്മികളുടെ വീട്ടിലേക്ക് മാതാപിതായ ഞങ്ങൾ എന്തിനു പോണം? നവവധൂവരന്മാരെ വരന്റെ അച്ഛനമ്മമാർ വധുവിന്റെ വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് വരുന്നതാണ് ചടങ്ങ്. നാട്ടു നടപ്പനുസരിച്ച് അവിടെയുള്ളവർക്ക് നിങ്ങൾ പുതിയ വസ്ത്രങ്ങളും സമ്മാനിക്കണം. ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇവളെ എന്റെ ബഹുവായി ഞാൻ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഞാനെന്തിന് ഇവരുടെ കൂടെ പോണം? മേനാ ഹി ജാऊंगी. മോളെ കീർത്തി, നീ വാ. ഇവളെ മാത്രമല്ല, ഇവളുടെ വയറ്റിൽ വളരുന്ന പേരക്കുഞ്ഞിനെയും നീ അംഗീകരിച്ച് മതിയാവൂ ദിവ്യപ്രഭേ. മാഫ് കീജിയെ ഭയ്യ, എനിക്ക് പറ്റില്ല. ദേ, നീ അങ്ങനെ പറയരുത്. ആചാരപ്രകാരം നമ്മുടെ മരുമകളായവളാ ഇവള്. തും ചുപ് രഹോ. നിന്റെ അഭിപ്രായം എന്താ? എന്താ, നിനക്ക് അഭിപ്രായമില്ലേ? ഇവളെന്റെ ഭാര്യ. ഞങ്ങൾ നാളെ തന്നെ വിരുന്നിന് പൊയ്ക്കോളാം അങ്കിൾ. സദാശിവൻ അളിയനും മിഥുനും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം. കീർത്തി അംഗീകരിക്കാത്തവർക്ക് എന്റെ കുടുംബത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇതെന്റെ കർശനമായ തീരുമാനമാണ്. ഹാത്ത് വളരുന്നോ പയർ വളരുന്നോ നോക്കി ഈ ചോട്ടി ബഹനെ ഇത്രയും വളർത്തിയത് ഭയ്യയാ. എന്നിട്ട് എന്നെ തള്ളി പറയുന്ന ആർക്ക് വേണ്ടിയാ? ഇവൾക്ക് വേണ്ടിയോ? അതോ ഇവളുടെ ചേച്ചിക്ക് വേണ്ടിയോ? അതോ ഇവളുടെ മാതാക്ക് വേണ്ടിയോ? നിങ്ങളൊക്കെ എന്ത് കരുതിയാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. നാളെ ഞാൻ നിശ്ചയിച്ചതുപോലെ രാമപുരത്തേക്കുള്ള നിങ്ങളുടെ യാത്ര നടന്നിരിക്കണം. മമ്മി, മമ്മിയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം അങ്കിൾ. എന്നാ എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. രാവിലെ പോകാനുള്ളതല്ലേ. അതെ, ഞാൻ നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാം. നീ ഏത് സാരി കൊടുക്കുന്നേ? വേണ്ട, ഞാൻ സെലക്ട് ചെയ്തോളാം. ആന്റി എന്റെ വീട്ടിലേക്ക് വരണം. ആന്റി വന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാവും.